താഴ്വാരം ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം. ശാലോം ടി വി പ്രേക്ഷകർക്ക് ലൗഡേലിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. സ്നേഹത്തിൻ്റെ സന്തോഷം, കുടുംബങ്ങൾ അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ സന്തോഷം സഭയുടെയും സന്തോഷമാണ്. കുടുംബങ്ങളെ അനുദിന കർമ്മങ്ങളിലും വെല്ലുവിളിയിലും സഹായകമാവുക, പ്രോത്സാഹനമാവുക, കുടുംബജീവിതത്തിൻ്റെ സ്നേഹവും സന്തോഷവും കൂടുതൽ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫ്രാൻസിസ് മാർപ്പാപ്പ തയ്യാറാക്കിയിരിക്കുന്ന സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന രേഖയെ ആസ്പദമാക്കിയുള്ള ചർച്ചയും ചിന്തകളുമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി തന്നെ ഇന്നത്തെ ചർച്ചയിലേക്ക് എത്തിയിട്ടുള്ള ഡോക്ടർ ടോണിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ ടോണി തൃശ്ശൂർ അതിരൂപത ലോ ഓഫ് എന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് കപ്പിളും പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനുമാണ്. ഏറെ സ്നേഹത്തോടെ ഡോക്ടർ ടോണിയെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് സുപരിചിതനായ ഡോക്ടർ കെ എം ഫ്രാൻസിസ് സാറിനെയാണ് സ്വാഗതം ചെയ്യുന്നത്. ഈ ചർച്ചകളിൽ സ്ഥിരമായി ചിന്തകൾ പങ്കുവച്ച് നമ്മുടെ ഈ ചർച്ചകളെ കൂടുതൽ മനോഹരമാക്കുന്നു. സാറ് തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പളും ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റുമാണ്, അതിരൂപത പ്രസിഡൻറ്റുമാണ്. സാറ് ഏറെ സ്നേഹത്തോടെ കെ എം ഫ്രാൻസിസ് സാറിനെ ഈ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്നത്തെ ചർച്ചയിലേക്ക് വർഗീസ് കുത്തൂരച്ചനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. വർഗീസ് കുത്തൂരച്ചൻ തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് മാനേജരും ഫാമിലി അപ്പോസ്റ്റോലേറ്റിൻ്റെ മുൻ ഡയറക്ടറുമാണ്. കുടുംബരംഗങ്ങളിൽ ഏറെ സ്നേഹത്തോടെ ഇടപെടുന്ന അച്ഛനെ ഈ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എൻ്റെ നാമത്തിൽ ഒരു ശിശുവിനെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഒരു കുടുംബത്തിൽ ഒരു പുതുജീവനെ നാം എങ്ങനെ സ്വാഗതം ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത്. അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളുടെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ ചിന്തകളും ചർച്ചകളും പങ്കുവയ്ക്കുന്നത്. ഒരിക്കൽ കൂടെ ഏവരെയും ഈ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പുതുജീവനെ ഏറെ കരുതലോടും സ്നേഹത്തോടു കൂടിയൊക്കെ സ്വാഗതം ചെയ്യണം നമ്മൾ കണ്ടു. പക്ഷെ നമ്മളൊരു അമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് അറിഞ്ഞ സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഇന്ന് 5-ാം മാസം മുതൽ തന്നെ പലതരത്തിലുള്ള സ്കാനിങ്ങുകളുണ്ട്, അനോമലി സ്കാൻ, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഒരു ടെസ്റ്റ് നടത്തി കുഞ്ഞിനൊരു വൈകല്യം ഉണ്ടെന്ന് അറിയുന്ന സമയത്ത് അപ്പനും അമ്മയും കുടുംബമൊക്കെ പലപ്പോഴും ആകെ ഒരു വിഷാദാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടാറുണ്ട്. നമുക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു സാഹചര്യത്തെ അതിജീവിക്കാനും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുക? ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇതിന് സമാനമായ സംഭവങ്ങളുണ്ട്. കാരണം ഇത് ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന 100 ആളുണ്ടെങ്കിൽ 90 ആളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള എന്തെങ്കിലും ഉണ്ടാവും. കാരണം ഈ എൻ്റെ ജീവിതത്തിലുണ്ടായത് സെക്കൻഡ് പ്രഗ്നൻസി വന്നിട്ട് ഭാര്യയ്ക്ക് ആദ്യത്തെ മാസം തൊട്ട് ബ്ലീഡിങ് ആണ്. അപ്പോൾ ഡോക്ടർ ഫുൾ റെസ്റ്റ് പറയുക മാത്രമല്ല ചെയ്തത്, ഡോക്ടർ ഉപദേശിച്ചു ഈ കുഞ്ഞ് വൈകല്യമുള്ള കുഞ്ഞായിട്ടേ ജനിക്കുള്ളൂ. അതുകൊണ്ട് അമ്മയുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷത്തിനും ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ പറഞ്ഞ് എല്ലാ പ്രാവശ്യം ചെല്ലുമ്പോഴും ഡോക്ടർ അഡ്വൈസ് തരും. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ, എന്തോ ദൈവാനുഗ്രഹത്താൽ ഞാനത് വേണ്ടെന്ന് പറഞ്ഞു. ഭാര്യ പറഞ്ഞു അത് പൂർണ്ണമായിട്ട് ഞാൻ ബെഡ് റെസ്റ്റിൽ കിടന്നിട്ട് സ്വീകരിക്കാൻ തയ്യാറാണെന്നുള്ളൊരവസ്ഥ അവൾക്കുണ്ട്. എന്നേക്കാൾ കൂടുതൽ അവൾക്കാണ് ആ സ്വീകാര്യത ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി കുഞ്ഞുങ്ങളെക്കാൾ ആരോഗ്യവതിയായിരുന്നിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ രണ്ടാമത്തെ കൊച്ചാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഡോക്ടർമാർ പറയുന്നത് നമ്മൾ ഡോക്ടർമാരുടെ മുകളിലുള്ള ദൈവത്തെ ആശ്രയിക്കണമെന്നാണ് എൻ്റെ അനുഭവം എന്നെ
പഠിപ്പിച്ചു തരുന്നത്. ടോണി ഡോക്ടറോട് എനിക്ക് ഡോക്ടർമാരുടെ പ്രതിനിധി എന്ന നിലയിൽ ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്നാണ്? മാഷ് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഏതാനും ടെസ്റ്റുകളുടെയൊക്കെ ചില സാധ്യതകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ പലപ്പോഴും ഡൗൺ സിൻഡ്രോം ഉണ്ടോ എന്ന് അറിയാനുള്ള ആദ്യത്തെ ടെസ്റ്റാണ് ട്രിപ്പിൾ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ്. ഈ ട്രിപ്പിൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ പോസിറ്റീവ് എന്നാണെങ്കിൽ ഉടനെ ചില വ്യക്തികൾ പറയും, ഓ നിങ്ങൾക്ക് കുഞ്ഞ് ഡൗൺ സിൻഡ്രോം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്, അബോർഷൻ ചെയ്തോളൂ എന്ന് പറയും. പക്ഷേ ട്രിപ്പിൾ ടെസ്റ്റിൻ്റെ അനാലിസിസ് വായിച്ചാൽ അതിലിങ്ങനെ എഴുതിയിട്ടുണ്ടാവും 180 പ്രഗ്നൻസികളിൽ ട്രിപ്പിൾ ടെസ്റ്റ് പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതിൽ 179 സാധാരണ കുഞ്ഞുങ്ങളായിരിക്കും, ഒരു കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ട്രിപ്പിൾ ടെസ്റ്റ് പോസിറ്റീവ് എന്ന് പറഞ്ഞത്. പക്ഷേ ഇത് കേൾക്കുന്ന സാധാരണക്കാരനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ട്രിപ്പിൾ ടെസ്റ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് അവൻ എന്ത് ചെയ്യും, ഡൗൺ സിൻഡ്രോം പോസിറ്റീവ് ആണ് എൻ്റെ കുഞ്ഞിന്, അതുകൊണ്ട് ആ കുഞ്ഞ് സാധാരണ കുഞ്ഞാവാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചു വരും. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ മിക്കവാറും എൻ്റെ അടുത്ത് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വന്നാൽ, ഇപ്പം ഞാൻ ഗൈനക്കോളജിസ്റ്റ് ഒന്നും അല്ല, എന്നാലും എൻ്റെ അടുത്ത് ചിലപ്പോഴൊക്കെ പ്രോ ലൈഫ് രംഗത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് പലരും വരാറുണ്ട്. ഞാൻ ഈ അനാലിസിസ് വായിച്ചിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. റേഡിയോളജിസ്റ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അനാലിസിസ് വായിച്ചിട്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ എനിക്ക് അറിയാത്ത കാര്യമാണെങ്കിൽ ഉടനെ എൻ്റെ വൈഫിനോട് ചോദിച്ചിട്ട് ഞാനത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കും. ഇത്ര സാധ്യതയാണുള്ളത്, 1 in 180. ആ ഒരു റിസ്ക് എടുക്കാൻ അവർ തയ്യാറാണ്. 1 in 180 എന്നല്ല, 50-50 ചാൻസ് ഉണ്ടെങ്കിൽ പോലും അവർ ചിലപ്പോൾ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഈ ഒരു കാര്യം പറയാതെ 180-ൽ 1 മാത്രം സാധ്യതയുള്ള ഒരു റിസ്ക് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ വിട്ടാൽ 179 പേരെ ഒരാവശ്യമില്ലാതെ കൊന്നതിൻ്റെ ഉത്തരവാദിത്വം കൂടി ആർക്ക് വരികയാണ്? ഈ ഡോക്ടേഴ്സിന് വരികയാണ്. അത് അവർ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. അവർ നോ റിസ്ക്, ഇന്നത്തെ പ്രാക്ടീസിൽ ഒരു റിസ്ക് എടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല, കാരണം പിന്നീട് ഇത് ഞങ്ങൾക്കെതിരെ കേസാവുന്നൊക്കെ വിചാരിച്ചിട്ട് ആണെന്ന് തോന്നുന്നു. പലരും ഒരു ഈ റിസ്കുകളെ കുറിച്ചുള്ള ഒരു ഓവർ കൺസേൺഡ് ആണ് ഡോക്ടേഴ്സ്. ഈ 170-ാം പാരഗ്രാഫിൽ മാർപ്പാപ്പ പറയുകയാണ്, ഒരു ശിശുവിൻ്റെ തലമുടിയുടെ നിറം എന്തായിരിക്കുമെന്നോ അതിന് പിന്നീട് എന്ത് രോഗം സഹിക്കേണ്ടി വരുമെന്നോ മുൻകൂട്ടി അറിയാൻ ശാസ്ത്രീയ പുരോഗതി നമ്മെ ഇന്ന് സഹായിക്കുന്നുണ്ട്. എന്നാൽ ഭ്രൂണാവസ്ഥയിൽ തന്നെ ശിശുവിൻ്റെ ജനറ്റിക് കോഡിൽ ശാരീരിക സവിശേഷതകളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും സിസ്റ്റാവായി പിതാവ് മാത്രമേ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഏറ്റവും അഗാധമായ തനിമയും മൂല്യവും അറിയുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഒരു കേസ് ഓർമ്മയുണ്ട്. വയനാട്ടിൽ നിന്നൊരു പയ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സ്കാൻ ചെയ്തപ്പോൾ ഹൃദയത്തിനൊരു കുഴപ്പമുണ്ട്, ഹൃദയത്തിലൊരു ഷാഡോ കാണുന്നു, അതുകൊണ്ട് ഉടനെ അബോർട്ട് ചെയ്യാൻ ഗൈനക്കോളജിസ്റ്റ് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ പേടിക്കണ്ട, നീ ആ സ്കാൻ റിപ്പോർട്ട് എനിക്ക് അയക്കുമെന്ന് പറഞ്ഞു. ഞാൻ റിപ്പോർട്ട് അയച്ച് എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനത് വൈഫിനെ കാണിച്ചപ്പോൾ വൈഫ് പറഞ്ഞു, ഇത് 3-ാം മാസം മുതൽ 6-ാം മാസം വരെയുള്ള കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെടുകയും 6-ാം മാസത്തിന് ശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ഒരു ഷാഡോ മാത്രമാണ്, അതൊരു അസുഖം പോലും അല്ല. ഇപ്പോൾ ബിതോവൻ ജനിക്കുന്ന സമയത്ത് സ്കാനിങ് ഉണ്ടെങ്കിൽ ബിതോവനില്ലേ, ഹെലൻ കെല്ലർ എന്ന് പറയുന്ന വ്യക്തിയാണ് ബ്രെയിലി ലിപി വികസിപ്പിച്ചെടുത്ത ആള്. ഹെലൻ കെല്ലർ ഭാഗികമായ അന്ധയാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ, അതാണ് മാർപ്പാപ്പ കൃത്യമായിട്ട് പറയണേ, ജനിതകമായ വൈകല്യമുണ്ടെന്നോ മുടിയുടെ നിറം വേറെയാണെന്നോ ശാരീരിക വൈകല്യം ഉണ്ടാകുമെന്നോ എന്നൊക്കെ നാം കാണുന്നുണ്ടെങ്കിലും ആ വ്യക്തിക്ക് ഈ ലോകത്തിലുള്ള തനിമ എന്താണ്, ഈ മനുഷ്യവർഗത്തിനും ദൈവരാജ്യത്തിനും അവനുള്ള സംഭാവന എന്താണ്, അത് കാണാൻ നമുക്ക് പരിമിതമായ കണ്ണുകൾ കൊണ്ട് കാണാതെ നമ്മളെ ഏകദേശം കൊതുക് ചോര കുടിക്കാൻ വരുമ്പോൾ കൊല്ലണ പോലെ, കീടങ്ങളെ കൊല്ലണ പോലെ നമ്മൾ ഇല്ലാണ്ടാക്കുകയാണ്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ അടുത്ത് ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റ്, സ്റ്റുഡൻസ് ഫോർ ലൈഫ് അമേരിക്ക, അവരിട്ടൊരു പോസ്റ്റാണ്. ഒരു ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു വ്യക്തി ഒരു പോസ്റ്ററും പിടിച്ചിട്ട് നിൽക്കുകയാണ്, ദ പീപ്പിൾ വിത്ത് ഡൗൺ സിൻഡ്രോം ഷുഡ് ബി ലിസ്റ്റഡ് ആസ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ബിക്കോസ് യു ആർ ഹണ്ടിങ് അസ്. നിങ്ങൾ ഞങ്ങളെ വേട്ടയാടുകയാണ്, ഞങ്ങൾക്ക് ഈ ഡൗൺ സിൻഡ്രോം ഉണ്ടായതിൻ്റെ പേരിൽ ഞങ്ങളെ വേട്ടയാടി ഇപ്പോൾ ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞുങ്ങളെ ജനിക്കാൻ അനുവദിക്കാതെ എൻഡേഞ്ചേർഡ് സ്പീഷീസായി. നമ്മൾ പറയാറുണ്ട്, വംശനാശം വരാൻ പോകുന്ന പക്ഷികളെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും വാചാലരാകാറുണ്ട്, പ്രകൃതി സ്നേഹികൾ പ്രത്യേകിച്ച്. അപ്പോൾ അതേസമയം
മനുഷ്യരിൽ ഈ ഒരു ചെറിയ ഒരു ട്രൈസോമി 21 എന്ന് പറയുന്ന ഒരു ജനിതകമാറ്റം സംഭവിച്ചതിൻ്റെ പേരിൽ അവരെ ഹണ്ട് ചെയ്ത് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് ആ പോസ്റ്റിൽ പറയുന്നത്. മദർ തെരേസ പറയുന്നുണ്ട്, UN-ൽ മദർ തെരേസ പ്രസംഗിച്ച പ്രസംഗത്തിൽ മദർ തെരേസ പറഞ്ഞത് എങ്ങനെയാണ്, സ്വന്തം അമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ കൊല്ലാമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേറൊരാളോട് കൊല്ലരുതെന്ന് പറയാനാകും? ആരെയാണ് ദൈവം ഇങ്ങനെ വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുക എന്നൊരു ചർച്ച ഒരു കൗൺസിലിങ്ങിന് വന്ന ഒരു വ്യക്തി ഇങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഇത്രയും വൈകല്യമുള്ളൊരു കുഞ്ഞിനെ ദൈവം തരുന്നത്? അപ്പോൾ ഈ വ്യക്തിക്ക് ആ കൗൺസിലർ കൊടുത്ത മറുപടി ഇതാണ്, ദൈവത്തിനറിയാം നിൻ്റെ കയ്യിലേ ഈ കുഞ്ഞ് സുരക്ഷിതമായിരിക്കുള്ളൂ, അല്ലെ ഈ കുഞ്ഞിനെ വളർത്താൻ ഏറ്റവും യോഗ്യൻ നീയാണ് എന്ന് അറിയാവുന്നത് കൊണ്ടാണ് നിന്നെ ഏൽപ്പിച്ചതെന്ന് പറയും. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടോടെ കാണാൻ ചില സ്പെഷ്യൽ ടാസ്കുകൾ നമ്മളെ ഏൽപ്പിക്കുന്നത് ചില പ്രത്യേക കാര്യങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് അതിനുള്ള കഴിവുള്ളതുകൊണ്ടാണ് എന്ന് കാണാനുള്ള ഒരു ശേഷി. ഇങ്ങനെ വൈകല്യമുള്ള ഒരു കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ടും ആ കുഞ്ഞിനെ തങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച ഒരു കുടുംബത്തിൻ്റെ ക്ലിപ്പിംഗ് നമുക്കിപ്പോൾ കാണാം. വളരെ സന്തോഷത്തോടെ അവർ ആ കുഞ്ഞിനെ സ്വീകരിച്ചു, തങ്ങൾക്കാവുന്ന രീതിയിൽ കുഞ്ഞിനെ ശുശ്രൂഷിച്ചു, ദൈവത്തിന് തിരിച്ച് ആ കുഞ്ഞിനെ ഏൽപ്പിച്ചു. അങ്ങനെയുള്ള ഈ കുടുംബത്തിന് മനോഹരമായ സാക്ഷ്യം നമുക്ക് ഇപ്പോൾ ശ്രദ്ധിക്കാം. നമ്മൾ ഈ ക്ലിപ്പിങ്ങിലൂടെ നമ്മൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. എൻ്റെ പൊന്നുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലമായി. ഒരു 7 കുഞ്ഞുങ്ങളെ ദൈവം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കുടുംബമാണ്. ഞങ്ങൾക്ക് 4 കുഞ്ഞുങ്ങളെ ദൈവം കയ്യിൽ തരികയും 3 കുഞ്ഞുങ്ങളെ വളരെ ചെറിയ അവസ്ഥയിൽ തന്നെ 2 മാസത്തിനുള്ളിൽ തന്നെ അബോർഷനായി പോവുകയും ചെയ്തിട്ടുണ്ടായി. വളരെ ഒരുങ്ങി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ കൊണ്ടാവുന്ന വിധത്തിലാണ് ആദ്യത്തെ ജേക്കബിനെ കൺസീവ് ചെയ്യണത്. അങ്ങനെ ജേക്കബ് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ജേക്കബിന് 4 വയസ്സാകുമ്പോഴാണ് കുറച്ച് വൈകല്യമുള്ള ഒരു കുഞ്ഞെന്നുള്ള നിലയ്ക്ക് ദൈവം ഞങ്ങൾക്ക് സമ്മാനമായിട്ട് തരുന്നത്. ജോസഫ് എന്നായിരുന്നു അവനെ നമ്മൾ വിളിച്ച പേര്. ജേക്കബിന് 4 വയസ്സായതിന് ശേഷമാണ് ജോസഫ് ജനിക്കാനായിട്ട് ഇടയാവുന്നത്. ജോസഫിനെ ഗർഭം ധരിച്ചിരിക്കുന്ന അവസ്ഥയിൽ പൊന്നു ഒരു ട്രെയിനിങ്ങിന് വേണ്ടി തിരുവനന്തപുരത്ത് പോവുകയും അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ഗർഭസ്ഥാവസ്ഥയിലുള്ള കുഞ്ഞിന് വൈകല്യമുണ്ടെന്നുള്ള ഒരു ഇതാണ് പൊന്നിനെ വിളിച്ച് പറയണത്. അപ്പോൾ ഒരിക്കൽ പോലും ഒരു കുഞ്ഞിനെ ഞങ്ങൾ അബോർഷൻ ചെയ്യാനോ അല്ലെങ്കിൽ നശിപ്പിച്ച് കളയാനോ ഞങ്ങൾക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയിലുള്ള ആർക്കും അതൊരു ചിന്തിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫർദർ ടെസ്റ്റുകൾ ഒത്തിരി ചെയ്യാനായിട്ട് പോയില്ല. കാരണം ഒത്തിരി ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് പോകുമ്പോഴും അബോർഷൻ ചെയ്യാനുള്ളൊരു മേഖലയിലേക്കാണ് അത് പോകുന്നുണ്ടാവുക. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഡോക്ടർമാരായിട്ട് പോലും ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിനോട് ഞങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അവർ അതെന്താണ് നിങ്ങൾക്കത് അബോർഷൻ ചെയ്തുകൂടെ, എത്രയും നേരത്തെ ചെയ്താൽ അത് നല്ലതല്ലേ എന്നുള്ളൊരു ചിന്ത ഞങ്ങളായിട്ട് പങ്കുവയ്ക്കുമ്പോഴും ഞങ്ങൾക്ക് ജീവൻ്റെ വിലയെ പറ്റിയിട്ട് ദൈവം തന്നൊരു ബോധ്യം, അത് ദൈവത്തിനോട് ഞങ്ങൾ നന്ദി പറയാണ്. ഞങ്ങളതിനെ ഒരു കൃപ പോലെ, ഈ ഒരു സഹനമാണെന്ന് ജനം പറയുമ്പോഴും അതൊരു കൃപ പോലെ അവനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സാണ് ദൈവം ഞങ്ങൾക്ക് തന്നത്. വീണ്ടും ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഒത്തിരി പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഈ ഒരു 9 മാസവും ഞങ്ങളെ ഒത്തിരി പേര് ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു. ഞങ്ങളുടെ ഇപ്പോൾ ഈ ലോഫ് കൂട്ടായ്മയാണെങ്കിലും ഞങ്ങളുടെ സെൽ ഗ്രൂപ്പാണെങ്കിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ പാരൻസ്, 2 ഭാഗത്തെ പാരൻസ്, ഇവിടുത്തെ ഡാഡിയും മമ്മിയും എൻ്റെ സഹോദരിയും ഫാമിലിയും, അതുപോലെ പൊന്നുവിൻ്റെ അച്ചാച്ചനും അമ്മയും സഹോദരന്മാരും സഹോദരിമാരും എല്ലാവരും ഞങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അപ്പോൾ വലിയൊരു സാക്ഷികളുടെ ഒരു സമൂഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കതുകൊണ്ട് സ്ഥിരോത്സാഹത്തോടുകൂടി ഞങ്ങളുടെ ഈ ഒരു ഓട്ടപ്പന്തയം ഓടിത്തീർക്കാനായിട്ട് ഞങ്ങൾക്കത് സഹായമായി. പിന്നെ ഞങ്ങൾ ഈ ഒരു 9 മാസവും ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചിരിക്കും. ഈ ഞങ്ങൾക്ക് നൽകാൻ പോകുന്ന ഈ കുഞ്ഞിനെ കർത്താവേ നീ ഒരു വിശുദ്ധനാക്കണേ എന്നുള്ളൊരു ചിന്ത ഞങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോവുമായിരുന്നു. അപ്പോൾ പിന്നെ എപ്പോഴും ഷെയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു ചിന്ത എന്ന് പറഞ്ഞാൽ
സഭയുടെ ടീച്ചിങ് പ്രകാരം ഈ കുഞ്ഞിനെ ഞങ്ങൾ സ്വീകരിച്ച് ഈ കുഞ്ഞ് പെട്ടെന്ന് മരിച്ചു പോകാൻ വരെ സാഹചര്യമുള്ളതാണ്. അപ്പം അങ്ങനെ കുഞ്ഞ് മരിച്ചു പോവുകയാണെങ്കിൽ ഞങ്ങൾ ഒരു വിശുദ്ധൻ്റെ മാതാപിതാക്കളായിട്ട് ദൈവം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരുപക്ഷെ അബോർഷൻ ഞങ്ങൾ ഉതിരുകയാണെങ്കിൽ ഒരുപക്ഷെ ഞങ്ങളൊരു കൊലപാതകരായിട്ട് വരുമോ എന്നുള്ളൊരു സംശയം പോലും ഞങ്ങളുടെ മനസ്സിൽ വരുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒത്തിരി ഞങ്ങളെ എന്താ പറയുക ശക്തിപ്പെടുത്തി എന്ന് പറയാം. പിന്നെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സങ്കീർത്തനം 139 സങ്കീർത്തനം ഞങ്ങളെ രണ്ടുപേരെയും ഒത്തിരി ടച്ച് ചെയ്തു. അതിലിങ്ങനെയാണ് പറയുന്നത്, അവിടെ നിന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടെ തന്നെ മെനഞ്ഞു, ഞാനങ്ങേ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങ് തന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്, എനിക്കത് നന്നായി അറിയാം. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോ ഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. അപ്പോൾ അതിൽ 15-ാമത്തെ വാക്യം പറയണത്, ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോ ഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. അപ്പം ഞങ്ങൾക്ക് കിട്ടിയൊരു ബോധ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഓരോരുത്തരെയും അതുപോലെ ഈ ജനിക്കാൻ പോകുന്ന ജോസഫിനെയും ഈശോ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതിനേക്കാളും മുമ്പ് അവനെ ഈ എല്ലാ വൈകല്യങ്ങളോടുകൂടിയാണ് ഈശോ പറഞ്ഞു വിടുന്നത്. അല്ലാണ്ട് ഈശോയ്ക്ക് ഒരു തെറ്റ് പറ്റിയതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്സിഡൻ്റലായിട്ടുള്ള ഒരു സംഭവം അല്ല അത്. അപ്പോൾ ദൈവം അവനെ പറഞ്ഞു വിടുന്നത് അവൻ്റെ പൂർണ്ണതയിലാണ്, അവനായിരിക്കുന്ന അവസ്ഥയിൽ അവൻ്റെ പൂർണ്ണതയിലാണ് ഈശോ അവനെ പറഞ്ഞു വിടുന്നത്. അപ്പോൾ ആ ഒരു പൂർണ്ണതയിൽ ഞങ്ങളുടെ ഓട്ടപ്പന്തയത്തിൽ അവനെ സ്വീകരിച്ച് ഞങ്ങൾ അവനെ കൊണ്ടുപോവുക, അങ്ങനെ ഞങ്ങൾ വിശുദ്ധിയിലേക്ക് ആവുക. ഇതാണ് ദൈവം ഞങ്ങളെപ്പറ്റി ആഗ്രഹിക്കുന്ന ഒരു എന്താ പറയുക ദൈവത്തിൻ്റെ ഒരു പ്ലാൻ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും ഒരു ധൈര്യമായി ഈ പറഞ്ഞ പോലെ അവനെയും കൊണ്ട് അവനെ സ്വീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട്. അവനെ ഞങ്ങൾ അങ്ങനെ അവനെ സ്വീകരിച്ച് ഒരു മാർച്ച് 19 അവന് ജനിക്കുന്നത്. അവൻ ജനിക്കുമ്പോൾ തന്നെ അവൻ മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞതുകൊണ്ട് അന്നേ ദിവസം തന്നെ ICUയിൽ വെച്ച് അവന് മാമുദീസ കൊടുക്കാനായിട്ട് ദൈവം ഇടയാക്കി. ഒരു 10-15 ദിവസത്തോളം അവൻ ICUയിലായിരുന്നു. ആദ്യത്തെ ദിവസങ്ങളിൽ പാല് കുടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പതുക്കെ റൂമിലോട്ട് മാറ്റി, പിന്നെ പാല് കുടിക്കാൻ തുടങ്ങി. ആദ്യത്തെ ഒരു 7-8 മാസം വളരെ ചെറിയ രീതിയിൽ വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതെ അവൻ മുന്നോട്ട് പോയി. എങ്കിലും പിന്നത്തുള്ള ഒരു 1.5 വർഷം അവൻ ഉണ്ടായിരുന്നപ്പോൾ എപ്പോഴും ഞങ്ങൾ ഈ ജൂബിലിയിൽ അഡ്മിഷനും ICUയിലും ഈവൻ 2 പ്രാവശ്യം പോലും അവൻ വെന്റിലേറ്ററിലായിരിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ തന്നെ ഇവിടെ ഒരു റൂം അവന് വേണ്ടി ഓക്സിജനൊക്കെ സജ്ജീകരിച്ച് ഒരുക്കി. അപ്പം അങ്ങനെ ഒരു ജനുവരി 12 കാലത്ത് 5 മണിക്ക് അവനിങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ നോക്കുമ്പോൾ അവൻ മരിച്ചു കിടക്കുന്നതായിട്ട് ഞങ്ങൾ കാണുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അവൻ മരിച്ച് കിടക്കുന്ന കാണുമ്പോഴും ഞങ്ങൾക്ക് എന്താണ് ഒരു ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു കൃപയാണ് ഈശോ നൽകിയത്. എൻ്റെ ദൈവം തന്നു, ദൈവം എടുത്തു എന്നുള്ളൊരു രീതിയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ഓട്ടപ്പന്തയം, അവനെക്കുറിച്ചുള്ളൊരു ഓട്ടപ്പന്തയം ഞങ്ങൾക്കത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഓടിപ്പൂർത്തിയാക്കാൻ പറ്റി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഞാൻ MD ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടാമത് ഗർഭിണിയായത്. അപ്പോൾ എനിക്ക് സ്പെഷ്യാലിറ്റി പോസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് കുറച്ച് നാൾ കഴിയേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് ഞാനൊരു സ്കാൻ ചെയ്യാനായിട്ട് വെറുതെ പോയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് കുറച്ച് അബ്നോർമാലിറ്റി കാണുന്നുണ്ട്, അപ്പോൾ കൂടുതൽ ടെസ്റ്റ് ചെയ്ത് വേണം കൺഫേം ചെയ്യാമെന്ന്. അപ്പോൾ ആദ്യം ഞാൻ എല്ലാവരും വിളിച്ചു പറഞ്ഞു, എല്ലാവരും പ്രാർത്ഥനയൊക്കെ തുടങ്ങി. പിന്നെ ഞാൻ എന്തിനാ ഒത്തിരി ചിന്തിക്കുന്നത്, കാരണം സ്കാനിൽ എല്ലാം കറക്റ്റ് ആവണമെന്നില്ല, കുറേയൊക്കെ മാറി നോർമലാകാം. അപ്പോഴേക്കാളും ഒരു 20 വീക്സിൻ്റെ ഒരു സ്കാനിലുണ്ട് അനോമലി സ്കാൻ എന്ന് പറഞ്ഞ്. അപ്പോൾ അതിൽ കൂടുതൽ വ്യക്തമായിട്ട് കണ്ടു എൻ്റെ കുഞ്ഞിന് ഒത്തിരി വൈകല്യങ്ങളുണ്ട്, ഇതൊരു ഒത്തിരി പ്രശ്നമുള്ള കുഞ്ഞാന്ന് കൺഫേംഡായി. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ചിന്തിച്ചു, ഇതൊരിക്കലും ബൈ ചാൻസ് ആയിട്ട് എൻ്റെ ഉദരത്തിൽ ഉരുവായ ഒരു കുഞ്ഞല്ല. കാരണം എൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അവിടുത്തെ കണ്ണുകൾ എൻ്റെ കുഞ്ഞിൻ്റെ രൂപം കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ഈ കുഞ്ഞിനെ തരുന്നെങ്കിൽ അതെൻ്റെ കർത്താവ് വളരെ നാൾ മുമ്പേ പ്ലാൻ ചെയ്ത് ഞങ്ങളുടെ കയ്യിൽ തന്നതാണ്.
അപ്പോൾ പിന്നെ എന്തും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ പദ്ധതിയാണെന്ന് ഞാൻ വിശ്വസിച്ചു. അപ്പോൾ എന്തുണ്ടെങ്കിലും അത് ഞങ്ങളുടെ നന്മയ്ക്കാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, ഞങ്ങളുടെ രണ്ടുപേരുടെ, എൻ്റെയും നോബിയുടെയും ഞങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് തന്നെ, ഞങ്ങളുടെ പാരൻസ് ആണെങ്കിലും വീട്ടിലാണെങ്കിലും ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷമുള്ളവരാണ്. അതുപോലെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ, ഇപ്പോൾ നോബി പരിയാരത്തും ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പം തന്നെ അവിടുത്തെ ജീസസ് യൂത്തിൽ പോകാനും അതിൽ വർക്ക് ചെയ്യാനും ഒക്കെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്നെ കൂടുതലും ദൈവം ഉപയോഗിച്ചത് പ്രോ ലൈഫിനകത്താണ്. അപ്പോൾ അന്നേ ഞാൻ ഓർക്കും എന്തിനാ എന്നെ ഈ പ്രോ ലൈഫിൽ കൊണ്ടുപോയിട്ടത്. അപ്പോൾ ഇന്ന് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് അന്നേ തൊട്ട് എന്നെ ചിലപ്പോൾ ഇതിനു വേണ്ടി ഒരുക്കിയതായിരിക്കുമെന്ന്. അതുകൊണ്ട് ഒരിക്കലും ഈ കുഞ്ഞിന് എൻ്റെ ജീവനോ ഇതിന് മുമ്പോട്ട് പോകണമെന്ന് ഒരിക്കലും ഒരു സംശയം എനിക്ക് നോബിക്കാൻ വന്നിട്ടില്ല. ഇത് കർത്താവ് ഞങ്ങൾക്ക് തന്ന, ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ച ഒരു സമ്മാനമായിട്ട് തന്നെ ഇപ്പം സാധാരണ കുഞ്ഞുങ്ങളെക്കാളും കൂടുതൽ സമയമെടുത്ത് ഞങ്ങളുടെ കർത്താവ് ഇവനെ മെനഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചു. പിന്നെ കൊച്ചു ഉണ്ടായി കഴിഞ്ഞിട്ടാണേലും ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കണ്ടിന്യൂ ചെയ്തു. പലരും ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് കുത്തുവാക്കുകൾ ചോദിക്കും, എന്തിനും ഇങ്ങനെ ഒരു കുഞ്ഞിനെ ഉണ്ടാകാൻ മെനക്കെട്ട്, എന്തിനാ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. പക്ഷെ അപ്പോഴൊക്കെ ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് പറയുന്നു, ഈ കുഞ്ഞും വേറൊരു കുഞ്ഞും തമ്മിൽ ഞങ്ങൾക്ക് ഒരു വ്യത്യാസവും ഇല്ല, ഇത് ഞങ്ങളുടെ കുഞ്ഞ് തന്നെയാണ്. ഇപ്പം നോബി പറഞ്ഞ പോലെ പല ഡോക്ടേഴ്സും ചോദിച്ചു എന്തിനാ ഭാര്യയ്ക്ക് ഇത്ര ഒരു മെൻ്റൽ ടോർച്ചറായത്. അപ്പം നോബിക്കും തിരിച്ചു പറയാൻ പറ്റി, ഞങ്ങൾക്ക് ഇന്നൊരു ഒരു വിശുദ്ധരുടെ മാതാപിതാക്കളായിട്ട് ജീവിക്കാൻ കഴിയുന്നു. അല്ലെങ്കിൽ ഒരു പക്ഷേ കുറ്റബോധം കൊണ്ട് കുഞ്ഞിനെ കൊന്ന മാതാപിതാക്കൾ എന്ന കുറ്റബോധത്തോടെ ഞങ്ങൾക്ക് കഴിയേണ്ടി വന്നേനെ. അപ്പം എനിക്കാണെങ്കിലും നോബിക്കാണെങ്കിലും ഞങ്ങൾക്കൊരു സങ്കടവും ഇല്ല ഈ കാര്യത്തിൽ നിന്ന് പലരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവന് ജനിച്ച ഈ സമയത്തും ഞാൻ കർത്താവിന് പൂർണ്ണമായി സറണ്ടർ ചെയ്ത് ഞാൻ പറയായിരുന്നു, ദൈവമേ നിനക്ക് എപ്പോൾ വേണേലും ഇവനെ തിരിച്ചെടുത്തോ, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, എനിക്ക് വേറൊരു കുഞ്ഞിനെ തന്നിരിക്കണമെന്ന്. അപ്പം അങ്ങനെ ഞാൻ അടുത്ത ഗർഭിണിയായി. അപ്പോൾ ഞാൻ കർത്താവിനോട് പൂർണ്ണമായിട്ട് ഞാൻ സറണ്ടർ ചെയ്യായിരുന്നു. ദൈവമേ ഇവനെ ജോസഫിനെ ഞാൻ ഓരോ ദിവസം രാവിലെ കോളേജിൽ പോകുമ്പോൾ, മെഡിക്കൽ കോളേജിലെ ക്ലാസ്സിലും പോകുമ്പോഴും എൻ്റെ ഉള്ളിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ഇവനുണ്ടാകുമോ. എന്നാലും എനിക്കറിയായിരുന്നു കർത്താവ് എല്ലാം പെർഫെക്റ്റ് ആയിട്ടേ ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ ഒരു ജനുവരി 12 ഇവൻ മരിക്കുന്നു. അന്നത്തെ ദിവസം ഞാൻ ഓർക്കുക, ഞാനും നോബിയും കൂടെ വെളുപ്പിനെ 3 മണി വരെ സങ്കീർത്തനം വായിച്ച് പ്രൈസ് ചെയ്ത് ഇവന് ചുറ്റും ഇരുന്നു. ഞങ്ങൾ അറിഞ്ഞില്ല 3 മണിയായത്. അപ്പോഴാണ് പെട്ടെന്ന് 3 മണി ആയല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ കിടക്കാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു 5:30 ആയപ്പം നോബി പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് എന്നെ തോണ്ടിയിട്ട് ജോസഫിനെ നോക്കാൻ പറയുമ്പോഴാണ് കാണുന്നത് അവൻ മരിച്ചു കിടക്കുന്നത്. സാധാരണ അവനൊന്ന് അനങ്ങിയാൽ ഞാൻ അറിയുന്നത്, പക്ഷെ ഞാനത് അറിഞ്ഞില്ല. എങ്കിലും ആ ഒരു നിമിഷം ഞങ്ങളോർക്ക് രണ്ടുപേരും ഞങ്ങൾ ആരോടും പറഞ്ഞില്ല. ഇവനെ കയ്യിലെടുത്ത് കുറച്ച് കർത്താവിനെ സ്തുതിച്ച് ആ സമയത്ത് ഞങ്ങൾക്കൊരു ഭയങ്കര പറയാൻ പറ്റാത്ത ഒരു വലിയൊരു ആശ്വാസവും ഒരു സന്തോഷവും ഞങ്ങൾ വന്ന് നിറഞ്ഞു. അതിനുശേഷമാണ് ഞങ്ങൾ ഇവൻ നോബിയുടെ പാരൻസിനോടും പുറത്തോട്ട് ഫോൺ ചെയ്തൊക്കെ ഇവൻ മരിച്ചത് തന്നെ പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം 2 മാസത്തിന് ശേഷം എനിക്കൊരു പെൺകുഞ്ഞുണ്ടായി, പൂർണ്ണ ആരോഗ്യമുള്ള ജിയാൻ എന്ന പെൺകുട്ടി. അതിനുശേഷം വീണ്ടും 2 വർഷത്തിന് ശേഷം ദൈവം ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യമുള്ള വേറൊരു ആൺകുഞ്ഞിനെയും കൂടെ തന്നു. അങ്ങനെ 4 സിസേറിയനിലൂടെ പോകാൻ എന്നെ അനുവദിച്ചു. അപ്പോൾ പലരും ഞങ്ങളോട് ചോദിച്ച ചോദ്യമാണ്, വീണ്ടും ഗർഭിണിയായി ഇങ്ങനെയൊരു കുഞ്ഞുള്ളപ്പം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന, നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. കുഞ്ഞെങ്ങനെയായിരിക്കണം, കുഞ്ഞെപ്പോൾ ഉണ്ടാകണമെന്ന്. എങ്കിലും കർത്താവ് ഞങ്ങൾക്ക് പിന്നീട് വീണ്ടും 2 കുഞ്ഞിനെയും കൂടെ ഉദരത്തിൽ ജനിപ്പിക്കാനുള്ള അവസരം നൽകി. ഇന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ഒരു വിശുദ്ധൻ്റെ മാതാപിതാക്കളാണെന്ന്. കാരണം കത്തോലിക്ക സഭയുടെ പ്രബോധനം അനുസരിച്ച് മാമോദീസ സ്വീകരിച്ച ഒരു കുഞ്ഞ് മരിക്കുകയാണെങ്കിൽ അവൻ വിശുദ്ധനാണെന്നാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും തമാശയ്ക്ക് നോബിയോട് പറയും, കൊച്ചു ത്രേസ്യയുടെ മാതാപിതാക്കൾ ഇത്രയും വർഷം എടുത്തിട്ടാണ് വിശുദ്ധരായത്. നമ്മൾ വെറും 2 വർഷം കൊണ്ട് ഒരു വിശുദ്ധൻ്റെ മാതാപിതാക്കളായി. അപ്പം അതുപോലെ ഇവൻ്റെ ജേക്കബും ഒക്കെ സ്കൂളിൽ പരീക്ഷയുടെയൊക്കെ സമയത്ത് ഞാൻ പറയും, എടാ ജോസഫിനോട് പ്രാർത്ഥിച്ചിട്ട് പോ, നിൻ്റെ അനിയൻ സ്വർഗത്തിൽ ഈശോയുടെ അടുത്തുണ്ട്. അപ്പം ഇപ്പം എൻ്റെ മാതാപിതാക്കളാണല്ലോ, ഇവിടെയുള്ളവരാണല്ലോ, ഞങ്ങളുടെ ബന്ധുക്കളും ഇവൻ്റെ കസിൻസും എല്ലാം
പരീക്ഷയ്ക്കും അല്ലാത്ത സമയത്തും ഒക്കെ ജോസഫിനോട് പലപ്പോഴും മാധ്യസ്ഥം വഹിക്കാറുണ്ട്. കാരണം ഞങ്ങളുടെ ഒരു കസിൻ ബ്രദർ അല്ലെങ്കിൽ ഞങ്ങളുടെ ബ്രദർ സ്വർഗത്തിലുണ്ടെന്ന് വളരെ സന്തോഷത്തിലാണ് പിള്ളേരെല്ലാം. അച്ഛാ, നമ്മളിവിടെ കാണുമായിരുന്നു ഒരുപാട് വൈകല്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആ കുഞ്ഞിനെ സ്നേഹപൂർവ്വം സ്വീകരിക്കുകയും അതിനെ വളർത്തി വലുതാക്കുകയും ചെയ്ത മാതാപിതാക്കൾ. ചില മിടുക്കന്മാർ മക്കളുണ്ട്, ചില പൊട്ടന്മാർ മക്കളുണ്ട്. മാതാപിതാക്കളെയും മിടുക്കന്മാർ മക്കളിൽ കണ്ടമാനം സന്തോഷിക്കുകയും പഠനം കുറവ്, ബുദ്ധി കുറവ്, കഴിവ് കുറവുള്ളവരിൽ ഇവനെ കൊണ്ട് എന്താ കാര്യം എന്ന് പറയും ചെയ്യും. 100% ഉറപ്പായിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? ഈ മാതാപിതാക്കൾക്ക് അവസാനം കഞ്ഞി കുടിക്കാനുള്ള കൂടെ നിൽക്കാനും ഉണ്ടാവുന്നത് ബുദ്ധി കുറഞ്ഞവരാണ്. മാത്രമല്ല പല ഘട്ടത്തിലും ഇപ്പോൾ കോളേജുകളിൽ തന്നെ നോക്കിയാൽ കാണാം, നമ്മൾ മണ്ടന്മാരാണെന്ന് പറയുന്നവരാണ് പിന്നീട് വലിയ സ്ഥാനങ്ങളിലൊക്കെ കയറി പോകുന്നത്. അപ്പോൾ നമ്മുടെ പദ്ധതിയും ദൈവത്തിൻ്റെ പദ്ധതിയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ കണ്ണിലൂടെ മനുഷ്യന്മാരെ കാണുക എന്നുള്ളതാണ് നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്നത്, നമ്മുടെ കണ്ണിലൂടെ അല്ല. നമുക്കറിയാം, ജീവിത സാഹചര്യങ്ങളിൽ ചിലപ്പോഴെങ്കിലും ചിലരൊക്കെ അറിയാതെ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടാവും. അവരോട് അച്ഛൻ എന്താ പറയാനുള്ളത്? വാസ്തവത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതിനൊന്ന് കണക്ട് ചെയ്യുകയാണത്. ഈ ദൈവത്തിലുള്ള വിശ്വാസവും പ്രാർത്ഥനയും, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ചിലപ്പോൾ അബോട്ട് ചെയ്യാനായിട്ട് ഇടയായി ആ കുഞ്ഞുങ്ങളോടുള്ള വെറുപ്പ് ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നവരൊക്കെ ഉണ്ടാകാം. ഇനി അവരതിനെക്കുറിച്ച് കുറ്റബോധമല്ല വേണ്ടത്, മറിച്ച് അവർ അതിനെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ സാധിക്കുക, ലഭിച്ച കുഞ്ഞുങ്ങളെ കുറേയും കൂടിയും പരിപാലിക്കാൻ സ്നേഹിക്കുക, ഇനിയും ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പൗലോസ്ലീഹയില്ലേ ഈ കൃഷി ചെയ്യുന്ന ഉദാഹരണമാണ് പറയുന്നത്. അപ്പോൾ ഒരു കർഷകൻ വിത്തിനെ കാണുമ്പോൾ അവൻ വിത്ത് മാത്രമല്ല കാണുന്നത്, വളരുന്നു, വലുതാകുന്നു, ഫലം പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ആ വിത്തിനെ കാണുന്ന പോലെ ഗർഭസ്ഥ ശിശുവിനെ നമ്മൾ കാണണം. കർഷകൻ വിത്തിനെ കാണുന്ന പോലെ ഗർഭസ്ഥ ശിശുവിനെ കണ്ടാൽ അവൻ എന്തുണ്ടാവണം? അവൻ പ്രഗ്നൻസിയിൽ വരുന്നു, നമ്മളവനെ പരിപാലിക്കുന്നു, ജനിക്കുന്നു, അവന് രോഗം വരുമ്പോൾ ശുശ്രൂഷിക്കുന്നു, പഠിപ്പിക്കുന്നു, വലുതാക്കുന്നു. അങ്ങനെ അവനെ അവസാനം ദൈവരാജ്യത്തിലേക്ക് സന്നിവേശിപ്പിക്കുമ്പോഴാണ് ഒരു അപ്പൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമാവണത്. അപ്പോൾ അതിലേക്കുള്ള അപ്പം നമ്മൾ ശരിക്ക് അവനെ ഒരു വിത്തിനെ കൊന്നുകളയാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അവൻ്റെ പിടിക്കാനുള്ള സാധ്യതനെ മുഴുവൻ നഷ്ടപ്പെടുത്തും. അവൻ്റെ നിത്യജീവിതത്തിന് തടസ്സം നിൽക്കുന്ന ഒരു തടസ്സക്കാരൻ മാത്രമല്ല നമ്മുടെ ഇന്നത്തെ ചർച്ചയിലൂടെ ഫലദായകമായ സ്നേഹം എന്ന വിശാലമായ ടോപ്പിക്ക് നമ്മളിവിടെ ലളിതമായ രീതിയിൽ ചർച്ച ചെയ്യുകയായിരുന്നു. അതായത് ഒരു വ്യക്തിയുടെ അസ്തിത്വത്തെക്കുറിച്ചിട്ടുള്ള അവൻ്റെ യഥാർത്ഥമായ തനിമ മനസ്സിലാക്കാൻ കഴിയുന്നത് സൃഷ്ടാവിന് മാത്രമാണ്. ദൈവം തരുന്ന ഓരോ കുഞ്ഞിനെയും ഏറെ സ്നേഹത്തോടെ സ്വീകരിക്കാനും ഏതൊക്കെ അവസ്ഥയിലായിരുന്നാലും നമ്മൾ കാണുകയായിരുന്നു. ഒരു കുഞ്ഞിൽ വൈകല്യം ഉണ്ടെങ്കിലും അവനെ 9 മാസം പ്രാർത്ഥനാപൂർവം കാത്തിരുന്നു കൊണ്ട് വൈകല്യമുള്ള അവസ്ഥയിലാണെങ്കിൽ പോലും സ്വീകരിക്കുവാനും യഥാർത്ഥമായി അവനെ സ്വീകരിച്ച് അവനെ വളർത്തി നിത്യത എന്ന സ്വപ്നത്തിലേക്ക്, ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വത്തോടെ മാതാപിതാക്കൾ ഏറെ സ്നേഹത്തോടെ കരുതലോടെ ആയിരിക്കേണ്ട ആവശ്യകത നമ്മൾ കാണുകയായിരുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നൽകുന്ന ഓരോ കുഞ്ഞിനെയും സ്നേഹത്തോടെ സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കായിരിക്കും.